നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ റീഡിംഗ് ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോണത്. ഇതൊരു പിക്ക് കാർഡ് റീഡിംഗ് ഫോർമാറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ റെഡി ആവുമ്പോൾ നമ്മൾക്ക് ഈ നിങ്ങൾക്ക് വേണമെച്ചാൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് റെഡി ആവുമ്പോൾ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ആരാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അടുത്ത് വരാൻ പോണ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് പേഴ്സൺ, ഫ്യൂച്ചർ പാർട്ട്ണർ ആരായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഈ കാർഡ്സ് ഞാൻ എടുത്തിരിക്കണേ അത് അവരുടെ പേഴ്സണാലിറ്റിയാണ് കാണിക്കാൻ പോണത്. ഓക്കെ, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് ഈ കാർഡ്സ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് വരാൻ പോണത്, എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 1, 2, 3 ഇവിടെ ഉണ്ട്. നിങ്ങൾ കാർഡ് നമ്പർ 1 ആണ് ചൂസ് ചെയ്തിരിച്ചാൽ നമ്മൾക്ക് നോക്കാം ഈ വരാൻ പോണ പേഴ്സൺ ആരാണെന്ന്. അപ്പം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ ഞാൻ കാണുന്നത് കുറച്ചൊരു റിസർവ്ഡ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ ലൈക്ക് ഷൈ ആവാം, അതല്ല വെച്ചാൽ അവർ അത്ര ഓപ്പൺ ആയിരിക്കില്ല. അവരുടെ ഫീലിങ്സൊക്കെ അവർക്ക് കുറച്ചൊരു ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം. അതല്ല വെച്ചാൽ അവർ എന്തോ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. പൊതുവേ അവരങ്ങനെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ കാരണമൊന്നും അല്ല, ബട്ട് ജനറലി അവരുടെ നേച്ചർ അങ്ങനെയാണ്. അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ആൻഡ് അതുമാത്രമല്ല ഈ പേഴ്സണ് ഇപ്പോൾ ഫിനാൻഷ്യലിയും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് എനർജി? 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കറണ്ട് എനർജി. ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? അവർക്ക് ആക്ച്വലി ഈ പേഴ്സൺ അവർ ഈ സമയത്ത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവരുടെ വിഷ് അതാണ്. ലൈക്ക് അവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. അവർ അങ്ങനത്തെ ഒരു എനർജിയിലാണ്. ലൈക്ക് അവർ റെഡിയാണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്, ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ഉണ്ടാവാൻ. അപ്പോൾ ഇവർ മാരീഡ് ആയിരിക്കില്ല, അവർ മാരേജിന് വേണ്ടിയിട്ട് റെഡിയാണ്, ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡിയാണ്. അവരങ്ങനെയാണ് വിഷ് ചെയ്യണത് അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റേബിൾ ഫാമിലി ലൈഫ് ഉണ്ടാവണം എന്ന്. ഈ പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പോണത്? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഇന്നോസെൻറ്റ് ബ്യൂട്ടിഫുൾ ലവ് റിലേഷൻഷിപ്പാണ് ഇത്. ഒരു ഇൻഫാച്വേഷൻ, ഒരു ക്രഷിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ തുടക്കമാണ്, ഒരു ഇന്നോസെൻറ്റ് ലവിൻ്റെ എനർജിയാണ്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യണത് ബൈ ചാൻസ് ആയിരിക്കും. ഇത് ട്രാവൽ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു കോയിൻസിഡൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അത് ഈ പേഴ്സൺ അവരെ മീറ്റ് ചെയ്യണതും ഒരു ലക്ക് ഇല്ല വെച്ചാൽ കോയിൻസിഡൻസ് മാതിരി ഫീൽ ചെയ്യും. ഇവിടെ ഞാൻ കാണുന്നത് സ്ട്രോങ് വാട്ടർ സൈൻസ് ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഈ പേഴ്സൺ ഒരു വാട്ടർ സൈൻ ആവാം, അല്ലച്ച ഒരു അക്വേറിയസും ആവാം. അപ്പോൾ ഇവരുടെ എങ്ങനെയാണ് പൊതുവെ നേച്ചർ എങ്ങനെയാണ്? ടവർ എനർജി വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ആൻഡ് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പൊതുവേ ഞാൻ കാണുന്നത് അവർ ഇങ്ങനെ ഒരു പീസ്ഫുൾ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷെ അവരുടെ ലൈഫിൽ എന്തോ റീസെൻ്റ്ലി ഒരു വലിയ എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇവർ ചിലപ്പോൾ മുമ്പും
ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. അതല്ല വെച്ചാൽ മേ ബി അവരുടെ ഒരു മാരേജും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു വലിയ എൻഡിങ് ഉണ്ടായിട്ടുണ്ട് അവരുടെ ലൈഫിൽ. ആ റിലേഷൻഷിപ്പിൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. കുറേ പറഞ്ഞ ഒരു ഈസി റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. പക്ഷേ അവർ ആ റിലേഷൻഷിപ്പ് വിടാൻ തീരുമാനിച്ചു. എന്താ വെച്ചാൽ അതിൽ അത്രയും നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു. അവർക്കൊരു ഹാപ്പി ഫാമിലിയാണ് വേണ്ടത്. അതുകൊണ്ട് അവരെന്തോ ഒരു സിറ്റുവേഷൻ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യാൻ ഇപ്പോൾ ആ ഫേസിലാണ്. അവർ മൂവ് ഓൺ ചെയ്യാൻ നോക്കുകയാണ് അവരുടെ ലൈഫിൽ. അപ്പോൾ എന്താണ് അവരുടെ പാസ്റ്റിലുണ്ടായ ഈ എൻഡിങ് എന്തായിരുന്നു? അപ്പോൾ ഈ എൻഡിങ് അവർക്ക് കുറേ ഒരു ഡിഫിക്കൾട്ട് ഫേസ് ആയിരുന്നു ലൈഫിൽ. എന്താ വെച്ചാൽ കുറേ കൊല്ലം വരെ ഇല്ലെങ്കിൽ കുറേ സമയം വരെ അവർ ആ എനർജിയിൽ തന്നെ ഒരു സ്റ്റക്കായ മാതിരി അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ സമയമായി പറഞ്ഞാൽ കുറേ സമയമായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അവരിങ്ങനെ ഒരു എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. അതുകൊണ്ട് അവരിപ്പോൾ ഫൈനലി മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കണോ ഇല്ലെങ്കിൽ ഓൾറെഡി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ എനർജി എങ്ങനെയായിരിക്കും? നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ എനർജി റെഡിയാണ്. ലൈക്ക് അവരൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡിയാണ്. അവരുടെ മനസ്സിൽ ഒരു ബാഗേജ് ഒന്നുമില്ല. പാസ്റ്റിൻ്റെ ഒന്നും ഒരു ബാഗേജ് ഒന്നും കാണാനില്ല. ഒരു ഫ്രഷ് ബിഗിനിങ്ങിലാണ് അവർ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ അവരൊരു ഫ്രഷ് എനർജിയിലാണ്. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ കുറച്ചൊരു ഇംബാലൻസ് ഉണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ ഷുവർ ആവില്ല എന്താ വേണ്ടതെന്ന്. ബട്ട് ഈ പേഴ്സൺ കുറേ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ്. ഫിനാൻഷ്യലിയും ഈ പേഴ്സൺ കുറേ ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആണ്. സ്റ്റേബിലിറ്റി ഉള്ള പേഴ്സൺ ആണ്. ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ്. വെൽ ഓഫ് അല്ല വെച്ചാലും ഒരു നല്ല ഒരു സ്റ്റേബിൾ എനർജി കാണാണ്ട്. ഈ പേഴ്സൺ ഒരു ബാങ്കർ ആവാം, ഇല്ല വെച്ചാൽ റിയൽ എസ്റ്റേറ്റിലാവാം. ബട്ട് എന്തായാലും അവരൊരു സ്റ്റേബിൾ ജോബിലാണ് ആൻഡ് നല്ലൊരു പൊസിഷനിലാണ്. അതുമാത്രമല്ല അവർ ഇൻവെസ്റ്റ്മെൻറ്റും കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറും കുറേ സെക്യൂറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളെ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ ഞാൻ കാണുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ ഇവിടെ മാരേജിൻ്റെ ഒരു സ്ട്രോങ് എനർജി കാണാണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും മേടിക്കുക മാരേജ് വരെ പോകാനുള്ള എനർജി ഉണ്ട് ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ചാലഞ്ചസ് ഉണ്ടാവുക? 3 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ചാലഞ്ചായിട്ട് കാണുന്നത്? ടെമ്പറൻസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറച്ചൊരു ഹീലിംഗ് എനർജീസാണ്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഓക്കെ, ഈ പേഴ്സൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്ന് ഹീൽ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ആൻഡ് അഡ്വൈസ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു ഹിഡൻ ഫീലിങ്സിൻ്റെ എനർജിയാണ് വരണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ, അവർക്ക് തുറന്ന് സംസാരിക്കാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ടാവും. കുറേ ലോ സെൽഫ് കോൺഫിഡൻസ് എനർജിയാണ് ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ. അപ്പോൾ അതിനെ എങ്ങനെയോ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കും, ഒരു സപ്പോർട്ട് മാതിരി. ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഇത് പോണത്. ഈ പേഴ്സൺ ചിലപ്പോൾ പുറമെയും താമസിക്കാം. പറഞ്ഞാൽ അവർ ചിലപ്പോൾ അബ്രോഡായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ ട്രാവൽ എനർജി കുറേ കാണാണ്ട്. അപ്പോൾ അവർ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോഴാണ് നിങ്ങളെ മീറ്റ് ചെയ്യണേ അല്ലേ വെച്ചാൽ അങ്ങനെ എന്തോ ഒരു ട്രാവൽ കണക്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതാണ് കാർഡ് നമ്പർ 1. അപ്പോൾ ഞാനിവിടെ ചില വേറെ സൈൻസിൻ്റെ ചാംസ് എടുത്തിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ സൈൻ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ തന്നെ കാർഡ്സ് വന്നിരിക്കണ ലീബ്ര, സാജിറ്റേറിയസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നണ പൈസീസ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് വാട്ടർ സൈൻ ആണ് ഞാൻ കാണുന്നത്. പൈസീസ് എനർജി ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ക്യാൻസറും വന്നിട്ടുണ്ട്. അപ്പോൾ പൈസീസ് ക്യാൻസർ എനർജിയാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ അടുത്ത കാർഡ് നിങ്ങൾ കാർഡ് നമ്പർ 2 ആണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ പേഴ്സണാലിറ്റി ഞാൻ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. കുറേ പേഷ്യൻസ് ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ഹാർഡ് വർക്കിംഗ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി ഇത് കുറച്ചുകൂടി ഒരു ബെറ്റർ ലൈറ്റിംഗ് ആണല്ലേ. ഓക്കെ, അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഞാൻ പറഞ്ഞ മാതിരി
ഒരു പേഴ്സൺ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ചിലവർക്ക് ഇത് ഒരു നോൺ പേഴ്സൺ ആവാം, ഒരു അറിയണ പേഴ്സൺ ആവാം. നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 7 ഓഫ് പെൻട്രിക്കിൾസ് എന്താണ് ഇവിടെ കാണുന്നത്? അപ്പോൾ ഇവിടെ വന്നിരിക്കണ മൂൺ എനർജിയാണ്. മൂൺ എനർജി എന്തോ ഹിഡൻ ഫീലിങ്സ്ഡ് എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ അറിയണ പേഴ്സൺ ആവാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫീലിങ്സും ഉണ്ട്, ബട്ട് അവർ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ല. കുറേ ഒരു സീക്രട്ടീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഉള്ള പേഴ്സൺ. കുറേ സമയമായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ കാണുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സൺ ഇതിൻ്റെ മുമ്പേ കുറേ ഹെൽപ്ലെസ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അവർക്ക് ഫീലിങ്സ് ഉണ്ടായാലും അവർക്ക് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് ആരോ ഒരു അറിയണ പേഴ്സൺ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും ഒരു വാട്ടർ സൈൻ എനർജിയാണ് കിട്ടണത്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് പേജ് സോഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ കുറേ ക്യൂരിയസ് ആയിരുന്നു നിങ്ങളെക്കുറിച്ച്. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യണ പേഴ്സൺ ആവാം. ഇടയ്ക്ക് നിങ്ങളുടെ കൂടെ മെസ്സേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് എവിടെയും പറഞ്ഞാൽ മുമ്പോട്ടേക്ക് പോയില്ല റിലേഷൻഷിപ്പ്. ഇവിടെ വേൾഡ് എനർജി ഉണ്ട്. ഇപ്പോൾ അവർ റെഡിയാണ് ഈ സിറ്റുവേഷനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ഇവിടെ 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഈ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണ കാര്യമാണ്. എന്താ വെച്ചാൽ അവർക്ക് പേടി ഇല്ല വെച്ചാൽ അവർക്ക് റിജക്ഷൻ്റെ ഫിയർ ആയിരിക്കാം. എന്തായാലും അവർ എപ്പോഴും നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ നോക്കുമ്പോൾ പേടിച്ചിട്ട് അവർ ചിലപ്പോൾ അതിനെ സ്കിപ്പ് ചെയ്യും, മിസ് ചെയ്യും. നിങ്ങളെ മെസ്സേജ് ചെയ്യാണ്ട് എങ്ങനെയാണ് പറഞ്ഞാൽ അവർ മെസ്സേജ് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ വേണച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടും ആവാം, ബട്ട് എവിടെയോ അവർക്ക് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ പോണത്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇവർക്ക് കുറച്ച് സമയം എടുക്കും. ഇവർ ഒരു സ്ലോ മൂവിങ് എനർജിയിലാണ്. ഓക്കെ, ബട്ട് ഇവർ കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ്, കുറേ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ഇപ്പോൾ ഇവർ സിംഗിളാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ഒരു നല്ല പൊസിഷനിലാണ്. അവർക്ക് അങ്ങനെ ഒരു പാർട്ട്ണറുടെ ആവശ്യമൊന്നുമില്ല, ബട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ പറഞ്ഞാൽ മനസ്സിൽ കുറേ ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. അതുകൊണ്ട് അവർ നിങ്ങളല്ലാച്ചാൽ വേറെ ആരുടെ കൂടിയും അങ്ങനെ ഒരു അറ്റാച്ച്ഡ് അല്ല. ഓക്കെ, അപ്പോൾ ടെമ്പറൻസ് എനർജി, കുറേ ഒരു ബാലൻസ് ഉള്ള പേഴ്സൺ ആണ്, മെച്ചോർഡ് പേഴ്സൺ ആണ്, റൊമാൻറ്റിക് പേഴ്സൺ ആണ്. അവർ നിങ്ങളെ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റിലേഷൻഷിപ്പ്? ഒരു പുതിയ തുടക്കം, ഡെത്ത് എനർജി വന്നിട്ടുണ്ട്. ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതൊരു പുതിയ തുടക്കമായിട്ടാണ് വരാൻ പോണത്. ഓക്കെ, 5 സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് എന്തെങ്കിലും മുമ്പും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും വേണച്ചാൽ, ബട്ട് ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ മുമ്പത്തെ ഒന്നും എനർജി ഇവിടെ കാണാനില്ല. ഓക്കെ, മുമ്പേ ഇഷ്യൂസ് ഉണ്ടായാലും ഇപ്പോൾ വരാൻ പോണ സമയം ഒരു ബ്യൂട്ടിഫുൾ ന്യൂ ബിഗിനിങ് ആണ്. ഇതെങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോവുക? പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ഫ്ലേർട്ടിങ് എനർജിയാണ് കാണുന്നത്. ഇവിടെ രണ്ടാൾക്കും കുറച്ച് ഡൗട്ട് ഉണ്ടാവാം, ഇത് ശരിയാവോ, വർക്കാവോ എന്ന്. ഒരു പേഴ്സൺ ഇവിടെ ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ എനർജി ആവാം. മേ ബി അവർക്ക് പേടി അതായിരുന്നു. അത് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. 6 ഓഫ് സോഡ്സ് ഒരു കുറച്ച് സമയമായി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി മേ ബി ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവില്ല. ബട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടിയും ഒരു ഡീപ്പർ കണക്ഷനിലേക്ക് മാറണു. അപ്പോൾ എന്താണ് ഇവിടെ ചാലഞ്ചസ് എന്തായിരിക്കും? 8 ഓഫ് കപ്സ്. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ഒരു പേഴ്സൺ വിട്ടു പോവുക എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല, അതുകൊണ്ട് അവരൊന്നും പറഞ്ഞാൽ പിന്നെ അവർ എഫേർട്ട് ഇടാണ്ടേ ആവും. അങ്ങനത്തെ ഒരു ചാലഞ്ച് ഇവിടെ കാണാണ്ട്. ഫൂൾ എനർജി.
ഇവർക്ക് ഈ പേഴ്സണ് വേറെ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കില്ല വെച്ചാൽ ചിലപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിനെ വിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്താ വെച്ചാൽ അവർ കുറേ ആയി വെയിറ്റ് ചെയ്യണു എന്തായാലും. 8 ഓഫ് പെൻറ്റിക്കിൾസ് അഡ്വൈസ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ പേഴ്സണെ ഓഫീസിലായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇംബാലൻസസ് ഉണ്ടാവും ഇനിഷ്യലി. ഓക്കെ. തുടക്കത്തിൽ കുറച്ചൊരു ഇംബാലൻസ് കാണാണ്ട്, ബട്ട് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവാണ്. കുറേ സ്മൂത്ത് ട്രാൻസിഷനാണ് ഞാൻ കാണുന്നത്. ഒരു ക്വിക്ക് മൂവിങ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ ഇവിടെ വന്നിരിക്കണേ ഏരീസ് ആണ്. ഓക്കെ. ഏരീസ് എനർജി. അപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൺ ഒരു ഏരീസ് ആവാം. ആൻഡ് ഇവിടെ വെർഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഏരീസ് വെർഗോ ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ എക്വേരിയസ് ഉണ്ട്. കുറേ ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി ഇവിടെ കാണാണ്ട്. ലിയോ ഉണ്ട്. ഓക്കെ. സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സൈൻസ് വന്നിരിക്കണേ. ഓക്കെ. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2. ഇപ്പോൾ കാർഡ് നമ്പർ 3 ആരാ ചൂസ് ചെയ്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പേഴ്സൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 3 പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ. കുറേ ഒരു ഇന്നോസെൻറ്റ് ടൈപ്പ് ഓഫ് എനർജി, ഒരു യങ് പേഴ്സൻ്റെ എനർജിയാണ് പേജ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് കുറച്ച് ചെറുതായിരിക്കും ഈ പേഴ്സൺ. അങ്ങനെ ആവണം എന്നില്ല, ബട്ട് അവരുടെ എനർജി അങ്ങനെയാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് യങ് എനർജിയാണ്. ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്തോ ലൈഫിലൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ നടക്കണേ. ലൈക്ക് അവരൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അവർ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വർക്ക് എനർജി കാണാണ്ട്, കരിയർ എനർജി കാണാണ്ട്. ഇപ്പോൾ അവരുടെ കരിയറിലാണ് കുറേ ഫോക്കസ് ചെയ്യണത്. 6 ഓഫ് കപ്സ്. ഈ പേഴ്സണും നിങ്ങളുടെ പാസ്റ്റിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. 4 ഓഫ് വാൻസ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. 5 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ എവിടെയോ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ഒരു അപ്പോളജി ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ മുമ്പേയും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു റീകൺസിലിയേഷൻ എനർജി ആവാം. ഓക്കെ. ആൻഡ് ഈ പേഴ്സൺ തിരിച്ചു വരണ എനർജി കാണാണ്ട് അവർക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട് പാസ്റ്റിനെ കുറിച്ച്. എന്തോ ഉണ്ടായി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ എന്താ ഉണ്ടായ പാസ്റ്റിൽ? 10 ഓഫ് വാൻസ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ബാഗേജ് ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാണുന്നത് ഇപ്പോൾ ഇവർ തിരിച്ചു വരാൻ നോക്കുകയാണ്. അവർ പാസ്റ്റിൻ്റെ ബാഗേജിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ നോക്കുകയാണ്. ഡെവിൽ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഡെവിൽ കുറച്ചൊരു ടോക്സിക് എനർജിയാണ്. എന്തുകൊണ്ടാണ് ഡെവിൽ കാണുന്നത്? ഹെർമിറ്റ്. ഈ പേഴ്സൺ ചിലപ്പോൾ കുറേ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലായിരുന്നു. അവർ നിങ്ങളെ കട്ട് ഓഫ് ചെയ്തു, ഇല്ലച്ചാൽ നിങ്ങൾ അവരെ കട്ട് ഓഫ് ചെയ്തു. അങ്ങനത്തെ ഒരു എനർജി ഉണ്ടായാലും, നിങ്ങളൊരു സെപ്പറേറ്റഡ് എനർജിയിൽ ഉണ്ടായാലും ഈ പേഴ്സൺ കുറേ ഒരു ഒബ്സെസ്ഡ് എനർജിയിലായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ ഒട്ടും അവർക്ക് മറക്കാൻ പറ്റിയില്ല, അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ ലൈഫിൽ കുറേ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് അവർക്ക് നിങ്ങളുടെ തോട്ട്സ് അവരുടെ മനസ്സിൽ നിന്ന് ഒട്ടും പോയിട്ടില്ല. കിങ് ഓഫ് വാൻസ്. അവർ ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ റെഡിയാണ്. ഓക്കെ. എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ്? അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും. അവർക്ക് അറിയണം എന്നുണ്ട് എന്താ നടക്കണം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ തുടക്കത്തിൽ അവരിങ്ങനെ കാഷ്വൽ ആയിട്ടായിരിക്കും നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. കുറേ പാഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. കുറേ ആക്ഷൻ എടുക്കണ എനർജി ഉണ്ട്. അവർ വരണത് ഒരു സ്റ്റേബിൾ എനർജി സ്റ്റേബിൾ എനർജിയാണ് കൊണ്ടുവരണത്. അപ്പോൾ അവർ സീരിയസ് ആണ് നിങ്ങളെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അവർ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്, സ്റ്റേബിൾ തുടക്കമാണ് കൊണ്ടുവരണേ. എന്താണ് ഇവിടെ?
ബ്ലോക്സ്, ചാലഞ്ചസ് എന്തായിരിക്കും? ബ്ലോക്സും ചാലഞ്ചിൽ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കണേ. എന്താണ് 2 ഓഫ് കപ്സ് ഇവിടെ ബ്ലോക്ക് ആയിട്ട് കാണുന്നത്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ചാലഞ്ചും കുറേ പോസിറ്റീവ് കാർഡ്സ് ആണ്. എന്താ വെച്ചാൽ 2 ഓഫ് കപ്സ് ലവിൻ്റെ എനർജിയാണ്. ബട്ട് ഇവിടെ എന്തോ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ, നിങ്ങൾ രണ്ടാളും മുമ്പേ കണക്റ്റഡ് ആയിരുന്നു വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ വിട്ടുപോയി. അതാണ് ഇവിടെ ചാലഞ്ച്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് നിങ്ങളാണോ വിട്ടുപോയി, അതല്ല വെച്ചാൽ അവരാണോ ബ്രേക്കപ്പ്, ഇത് അറിയില്ല. ബട്ട് ഇവിടെ ഈ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയണേ. 5 ഓഫ് സോഡ്സ്. 5 ഓഫ് സോഡ്സ് കുറേ നെഗറ്റിവിറ്റിയുടെ എനർജിയാണ്. ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ എവിടെയോ നിങ്ങളും ഹാപ്പിയാണ് ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെന്ന്. എവിടെയോ നിങ്ങൾക്കും ഇവരാണ് നിങ്ങളെ വിട്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് ആ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷമുണ്ട്. അത് ഈ പേഴ്സൺ ഇപ്പോൾ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ എന്താണെന്ന് ആ ഒരു ഈഗോ നിങ്ങൾക്കുണ്ട്. അത് ഓക്കെ, ഈ പേഴ്സൺ ഇത്രയും സഫർ ചെയ്തുല്ലോ, അതെനിക്ക് ഒരു നല്ല ഒരു ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് എവിടെയോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഈഗോ ഉണ്ട്. അത് ഈ പേഴ്സൺ തിരിച്ചു വന്നുല്ലോ എന്ന്, അങ്ങനത്തെ ഒരു ഈഗോ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് ആ നെഗറ്റിവിറ്റി വെക്കരുത്. ഓക്കെ, എന്താ ഫെയർ ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് എടുക്കുക. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അത് ക്ലിയറായി നിങ്ങൾക്ക് പറയാം. ഇവിടെ ഇപ്പോഴും ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഈ ചാലഞ്ച് എന്താണ്? Queen of Wands, fire sign, Aries, Leo, Sagittarius. King of Pentacles, Taurus, Virgo, Capricorn. വേറെ ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. അതല്ല ചെയ്ത് നിങ്ങളുടെ തന്നെ എനർജി ആവാം. ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും പേഴ്സണാലിറ്റി വേറെ വേറെ മാതിരിയാണ്. അപ്പോൾ മുമ്പോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ വേണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ആ കോമൺ ഫാക്ടർ ഇല്ല. അതല്ലാണ്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്തോ ഒരു മൂന്നാമത്തെ പേഴ്സണും കാണാണ്ട്. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ പേഴ്സൺ ഇല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും എങ്ങനെയാണ് ഇത് ഒരു കോമൺ എന്താ പറയുക, ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ട ഈ റിലേഷൻഷിപ്പിൽ. എന്താ വെച്ചാൽ ഇത് മുമ്പും നിങ്ങൾ ട്രൈ ചെയ്തതാണ്. മുമ്പും എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആവാം, അതുകൊണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തു. ഇപ്പോൾ ആദ്യം ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. ബട്ട് ആ പ്രോബ്ലംസ് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശരിയാക്കേണ്ടതെന്ന്, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ നിങ്ങൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാം ഒരു ഫെയർ ഡിസിഷൻ എടുക്കുക. ഓക്കെ, പാസ്റ്റിൻ്റെ ഈഗോ വെച്ചിട്ട് ഡിസിഷൻസ് എടുക്കരുത്. ഞാനിവിടെ സക്സസ് ആണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ, ജെന്വിൻ എഫേർട്ട് ഇട്ടാൽ, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ജെന്വിൻ ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാൾക്കും വേണമെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. 3 ഓഫ് കപ്സ്, ഒരു സെലിബ്രേഷൻ, ഒരു സക്സസ്. ഏസ് ഓഫ് കപ്സ്, ഒരു പുതിയ തുടക്കം. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ സ്കോപ്പ് ഉണ്ട് ഒരു റിന്യൂവലിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൺ ഒരു സാജിറ്റേറിയസ് ആവാം, ഇല്ലച്ചാ ഇതൊരു ടോറസ് ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് ഈ 3 കാർഡ്സിൽ, ഈ 3 പൈലിൽ നിങ്ങൾ ഏതാണ് പൈൽ ചൂസ് ചെയ്ത് വെച്ചാൽ അത് കമൻസിൽ എഴുതുക. പൈൽ 1, 2, 3. ആൻഡ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.